ഈ പഴം നമ്മളങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു പഴമല്ല കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം മലരിക്കിൽ പോയപ്പോൾ കണ്ടതാ. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പഴങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നമുക്കറിയാം ഫോറിനിൽ നിന്ന് കൊണ്ടുവന്നുള്ള പഴങ്ങളുണ്ട്. നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള തനതായ പഴങ്ങൾ പലതും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ആ മലരിക്കിലെ ആമ്പൽ വസന്തം കണ്ടിട്ട് ഇത് തിരിച്ചു വന്നപ്പോൾ വഴി സൈഡിൽ ഒരു മരം നിറയെ പഴം നിൽക്കുക. ഇതൊക്കെ ഇങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട എന്താണ് ഇങ്ങനെ ആൾക്കാരെ വേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെയൊക്കെ ചേട്ടന്മാരും കണ്ടില്ല, ചോദിക്കായിരുന്നു. അതിലെ പോയി ഒരു പയ്യനോട് ചോദിച്ചു, എടാ മക്കളെ ഇത് എന്നോട് നിൽക്കുന്നത്, ഇത് പഴം പറിച്ച് തിന്നാൻ മേലെ ചോദിച്ചപ്പോൾ അവൻ പറയാണ്, ചേട്ടന് ഭയങ്കര സങ്കടമാണ് പറഞ്ഞു, പറിച്ച് തിന്നോ, എല്ലാം മാറിക്കോളും എന്ന് പറഞ്ഞു. ഈ പഴം എന്താണെന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം ഗൈസ്. ഡ്രാഗൺ ഫ്രൂട്ട് ഒരിക്കലും സ്ലൈസ് ചെയ്ത് കഴിക്കില്ലേ, ഇങ്ങനെ ഇതുപോലെ പകുതി മുറിക്കുക, എന്നിട്ട് കടിച്ചു തിന്ന് നോക്കണം, മധുരം കൂടെ കിട്ടും കേട്ടോ. അപ്പം ആ പഴം ഞാൻ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് റിവ്യൂ നടത്താം. അത് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഒരിക്കലും സ്ലൈസ് ചെയ്ത് കുഞ്ഞു പീസായിട്ട് കഴിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് കടിച്ച് തിന്നുന്നതാണ് മധുരം കൂടുതൽ, ടേസ്റ്റ് കൂടുതൽ. വാ നിറച്ച് ഇങ്ങനെ അതിൻ്റെ ജ്യൂസ് നിറയണം, അതുപോലെ കടിച്ച് തിന്നണം. ഇതെങ്ങനെ ഈ വീഡിയോക്ക് ഒരു 350 ലൈക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ പഴം പറിച്ച് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ കഴിച്ചിട്ട് റിവ്യൂ പറയാം. ഉള്ളത് പറയാലോ, ആദ്യം കണ്ടപ്പോൾ നല്ല ഒന്നാന്തരം മാങ്ങാപ്പഴം തൂങ്ങി കിടക്കുന്നതായിരിക്കും വിചാരിച്ചു കേട്ടോ. സാധനം ഒതളങ്ങിയാന്നാ പറഞ്ഞു കേട്ടെ. ഒതളങ്ങി എന്നാൽ വിഷമല്ലേ? അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. സാധനം വിഷമങ്ങാണ്ട, അല്ലെ പിന്നെ ആൾക്കാരെ പറിച്ച് കഴിക്കത്തില്ലേ. ഈ ഫ്രൂട്ട് ഞാൻ റിവ്യൂ ചെയ്യുമെന്ന് വിചാരിച്ച ആരും ലൈക്ക് ഇടണ്ട കേട്ടോ. താങ്ക് യു. ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടല്ലേ.